നമസ്കാരം, സൗമ്യയാണ്. ലൈഫ് ഓഫ് അരൺസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ വ്ളോഗല്ല, നമ്മളൊന്ന് പുറത്ത് പോവാണ്. അപ്പോൾ പുറത്ത് പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാൻ നേരെ ലിലോങ് വേ പോവാണ്. ലിലോങ് വേ എന്ന് പറയുന്നത് മലാവിന്റെ ക്യാപിറ്റൽ ആണ് കേട്ടോ. അപ്പോൾ ലിലോങ് വേയിൽ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോവാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളും അവിടുത്തെ പർച്ചേസിങ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. നമ്മളൊരു 2-3 മാസം മുന്നേ ഇട്ട വീഡിയോസിലൊക്കെ ഈ ഒരു ഭാഗം മൊത്തം പച്ചപ്പായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തേക്കിനും എല്ലാം മെയ്സും എല്ലാം ടുബാക്കോ മെയ്സ് എല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് പോലീസുകാരാണ് കേട്ടോ. റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും പോലീസ് ചെക്കിങ് ഉണ്ടാകും. പോലീസ് ചെക്കിങ് ഉണ്ടെങ്കിലും നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി കാണേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ നമ്മളടുത്തേക്ക് വന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞിട്ട് വിടും കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ പോയതിലും കണ്ടതിലും വെച്ചിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ടാർമാർക്കുള്ള റോഡ് കൂടി അല്ലാത്ത റോഡ് കൂടിയാണ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ കണ്ടില്ലേ, വാട്ടർ ബോക്സറൊക്കെ വെള്ളം നനയ്ക്കുന്നത്. കാരണം ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 വരിപ്പാതയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ നല്ല വീതിയിൽ നല്ല അടിപൊളി റോഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചൈനക്കാരാണ് കേട്ടോ ഈ റോഡ് ഉണ്ടാക്കുന്നത്. ചൈന കമ്പനിയാണ്. അതിൻ്റെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കാണാൻ പറ്റുമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പച്ചക്കറികളെല്ലാം ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ പച്ചപ്പ് മാറിയിട്ടൊരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു ചുമന്ന പൊടി കളറാണ് കേട്ടോ ഇപ്പോൾ ഈ ഏരിയ മൊത്തം കാണാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു ഹോട്ടലാണ്. ഏക്കർ കണക്കിന് വിസ്താരമുള്ള, അതായത് അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണ് കേട്ടോ. അതിന് അടുത്ത് പോയി എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇങ്ങേ സൈഡിലുള്ള മൺ റോഡ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, റോഡ് പണി ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പൊണേരിയാണ്, നമ്മൾ ആദ്യം താമസിച്ച സ്ഥലത്തിൻ്റെ അടുത്തുള്ളതാണ്. ഇതൊക്കെ കമ്പനീൻ്റെ ചൈനീസ് കമ്പനീൻ്റെ വണ്ടികളാണ്. റോഡ് നന്നാക്കാനുള്ള എക്സ്കവേറ്ററും കാര്യങ്ങളും കുറേ അങ്ങനത്തെ മെഷീനറീസാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇപ്പം ഞാൻ ഈ സൈഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുന്നിൽ കുറച്ച് മത്തൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ സമയമാകുമ്പോൾ ഈ കാണുന്ന പോലെ റോഡിൻ്റെ സൈഡിൽ മത്തൻ കൂട്ടിയിട്ടിട്ടുണ്ടാകും വിൽക്കാൻ വേണ്ടിയിട്ട്. പല സൈസ് അനുസരിച്ചിട്ടാണ് ഇവരിതിന് വില പറയുക. കുഞ്ഞു മത്തന് ചെറിയ വിലയും വലിയ മത്തൻ സൈസ് കൂടുന്നതിനനുസരിച്ച് വില കൂട്ടിയാണ് അവർ പറയുക. അപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ട ഈ സൈഡിലും ഉണ്ട് മത്തന്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് ഇവിടുത്തെ ചെറിയൊരു ലോക്കൽ മാർക്കറ്റാണ്. ഇവിടെയൊക്കെ മത്തം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ തിരക്കില്ല. ആൾക്കാർ വൈകുന്നേരം ആകുമ്പോഴാണ് കൂടുതലായിട്ട് വരിക കേട്ടോ. കണ്ട ആകാശം കാണാൻ എന്താ ഭംഗിയല്ലേ. ഇത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എയർപോർട്ട് റോഡ് എന്ന് പറയും. അതായത് ഇവിടെ കുറച്ചും കൂടിയാണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിലോങ് വേ എയർപോർട്ടിലേക്ക് എത്താനാകും കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് ലിലോങ് വേ എയർപോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരി തിരക്കും ഉണ്ട്, പോലീസുകാരും കൂടുതലായിട്ട്. ലിലോങ് വേ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഫുള്ള് ട്രാഫിക്കും അതേപോലെ തന്നെ വെയിലും ചൂടൊക്കെ ആയിട്ട് ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടെടുക്കുകയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കൂടുതലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ കുറേ നേരം ട്രാഫിക്കിൽ പെട്ട് കിടന്നതിന് ശേഷം നമുക്ക് റിലീഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു, വേറെ സ്ഥലത്ത് എത്താനായി. ഇതിലെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വലിയ ഷോപ്പ് റൈറ്റ് പോലെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകൾക്കൊക്കെ എത്തും കേട്ടോ. ഇവിടെയും ഭയങ്കര തിരക്കാണ്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിടാനുള്ള സ്ഥലവും ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് അരുണേട്ടൻ്റെ കൂടെയല്ല, നമ്മളെ ഡ്രൈവറിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. കാരണം വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ട് ഞാൻ ഡ്രൈവറിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് സിറ്റിയിലെ കാഴ്ചകൾ കേട്ടോ. ഞാൻ കൂടുതലും ഈ സിറ്റി എന്താ കാണിക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഞാൻ ഷോപ്പ് ചെയ്യുന്നതും സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കാണിച്ചാൽ ബോറടി ആയി പോകില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സിറ്റീൻ്റെ, അതായത് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് തിക്കും തിരക്കും ഒക്കെ കുറേ കെട്ടിടങ്ങളും. നമ്മുടെ മലാവി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനവും ഇല്ലാത്ത രാജ്യമൊന്നുമല്ല. അതായത് നമ്മൾ ഗ്രാമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസിൽ ഇങ്ങനത്തെ വലിയ വലിയ ബിൽഡിങ്ങോ വലിയ കാറുകളും കാര്യങ്ങളൊന്നും കാണാൻ പറ്റാത്തത്. പക്ഷെ സിറ്റിക്ക് വരുമ്പോൾ ഇതെല്ലാം കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് കേടായിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഞാനത് നന്നാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ആ ചേട്ടൻ അവിടെ ലാപ്ടോപ്പ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേടെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് നമ്മൾ അടയ്ക്കും തുറക്കും ചെയ്യുമ്പോൾ അവിടെ എന്താ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താ ചെക്ക് ചെയ്ത് ശരിയാക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ചെന്നൈ സ്പൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. നല്ല അടിപൊളി ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി
പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കിട്ടും. ബീഫ് കറി ഇവിടെ ഇല്ല. ഇവിടെ പൊറോട്ടയും ബട്ടർ ചിക്കനും അതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ബട്ടർ ചിക്കനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ. പൊറോട്ടയാണെങ്കിൽ ഒന്നും പറയണ്ട, അടിപൊളി പൊറോട്ടയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ലില്ലോ അങ്ങനെ വരുമ്പോൾ പൊറോട്ടയും ബട്ടർ ചിക്കനും വാങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ ചെന്നൈ സ്പൈസിൽ വന്നതാണ്. ഇവിടുത്തെ ചുമരൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ, ഇത് ഫുള്ള് ഫുഡിൻ്റെ ഫോട്ടോസൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ ഫോട്ടോസ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ കൺട്രീൻ്റെ ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ചെന്നൈ സ്പൈസിലാണുള്ളത്, പൊറോട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണേ. പിന്നെ അവിടെ നിന്ന് പൊറോട്ടയൊക്കെ വാങ്ങി ഞാൻ പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഡോഗിൻ്റെ സെക്ഷനാണ്. അത് ഡോഗ് ഫുഡ്, ഡോഗ് ഷാമ്പു അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന സെക്ഷനാണ്. ഇത് ചിപ്പിക്കു എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെയാണ് ഞാൻ കൂടുതലും വരാറുള്ളത് സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഇതൊക്കെ ലിക്വിഡ് സെക്ഷൻ കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ബോട്ടിൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം കൂടുതലായിട്ടൊന്നും ഞാൻ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ചിപ്പിക്കു എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നമുക്ക് അത്യാവശ്യത്തിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അതേപോലെ തന്നെ മത്തിമീനൊക്കെ കിട്ടുന്നത് ഈ ചിപ്പിക്കു എന്ന് പറയുന്ന ഷോപ്പിലാണ്. പിന്നെ അവിടെ നിന്ന് എല്ലാ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോരുകയാണ്. ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പുറത്തുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി തിരിച്ചു പോരുകയാണ്. വൈകുന്നേരം ആയപ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. പർച്ചേസിങ്ങിനൊക്കെ പോയി വന്നു കേട്ടോ. പർച്ചേസിങ് കണ്ട് ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി. ഒരു ATM കൊടുത്തതിന് വിട്ടുകയാണ്. എന്താണോ അറിയില്ല, എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ. അങ്ങനെ പറയുമ്പോ നിങ്ങള് വിചാരിക്കും കുറെ സാധനങ്ങളുണ്ട്. കുറെ സാധനങ്ങളൊന്നും ഇല്ല, പച്ചക്കറി ഉള്ളൂ. ഇത് നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. കുറച്ച് പച്ചക്കറി, പിന്നെ കുറച്ച് അരി സാധനങ്ങൾ ഒരു മാസത്തേക്കുള്ളതാണ് കേട്ടോ. 1-2 ദിവസത്തേക്കുള്ളതല്ല, 1-1 മാസത്തേക്കുള്ളതാണ്. അതിന് കൂടെ കുറെ ബേക്കറികളും. ഡയറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ഡയറ്റാണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിയ എന്താണെന്നറിയോ പറയാണ്. ഇതൊക്കെ വാങ്ങിയത് ഈ ഒരു ബോക്സ് കിട്ടാൻ വേണ്ടിയാണ്. ഭയങ്കരം ഈ ഒരു ബോക്സ്. ഇതിന് പൊറോട്ടയാണ്. ബട്ടർ ചിക്കൻ ഞാൻ മേടിച്ചോണ്ടിരുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. കാരണം ഞാനൊരു 2 മണിക്ക് മേടിച്ചാണ്. 6-7 മണിയായപ്പോ ഞാൻ ബട്ടർ ചിക്കൻ പൊറോട്ട ഒന്ന് ഏത്തക്കായ കണ്ടോ. ഈ അടുക്കള നിറയെ സാധനങ്ങളാണ്. പിന്നെ ഇവിടെ കുറെ മിഠായികൾ. അപ്പോൾ ഞങ്ങൾ ബട്ടർ ചിക്കനൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നല്ല പൊറോട്ടയും ബട്ടർ ചിക്കനും, നമ്മുടെ നാട്ടിലത്തെ ഒരു ഇത് വെച്ച് പറഞ്ഞാൽ പൊറോട്ടയും ബീഫും ഒക്കെയാണ് കോമ്പിനേഷൻ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.